പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളിൽ നിന്നും പവർ കട്ടുള്ള 5 വർഷങ്ങളിലേക്കുള്ള തുടക്കമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. ഇവിടുത്തെ വ്യവസായ മേഖലയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. കാർഷിക മേഖലയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെയാണ് നമ്മുടെ അഭിമാനമായി കേരളത്തിലെ വ്യാവസായിക മേഖലയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. 2018 കാലയളവിൽ കേരളത്തിൽ മുഴുവൻ വലിയ തോതിൽ പ്രളയം ഉണ്ടായി. കേരളത്തിലെ ഈ പറയുന്ന കറണ്ട് പ്രസരണ മേഖലകൾ മുഴുവൻ താറുമാറായി. കാരണം എല്ലാ ലൈനുകളും പ്രശ്നമായി, അതുപോലെ തന്നെ പോസ്റ്റുകൾ പ്രശ്നമായി, എല്ലാ സംവിധാനങ്ങളും പ്രശ്നമായി. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ കേരളത്തിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു സംവിധാനമാണ്. ഏകദേശം അന്ന് കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി എം മണിയാണ്. എം മണിയെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസം ഇല്ലാത്ത, സാധാരണ വലിയ രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാളെ പിടിച്ച് മന്ത്രിയാക്കി എന്നുള്ള നിലയിലേക്കായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് സംഭവിച്ചത്? 1.5 മാസം കൊണ്ട് കേരളത്തെ പ്രളയം നശിപ്പിച്ച 1.5 മാസം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ലൈനുകളും നേരെയാക്കി. മുഴുവൻ ലൈനുകളും. ഒരു വീട്ടിൽ പോലും കരണ്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സമയം കൊടുത്തില്ല. അതിന് മുഴുവൻ അത്ര ഫാസ്റ്റായിട്ടായിരുന്നു കാര്യങ്ങൾ നടപ്പിലാക്കിയത്, അല്ലേ? ഈ പറഞ്ഞ മന്ത്രിയാണ് കേരളത്തിൽ ആദ്യമായി 5 വർഷം ഒരു ദിവസം പോലും പവർ കട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു ദിവസം പോലും 5 വർഷം പവർ കട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ ഇന്നൊരു എം മണിയുമായി ബന്ധപ്പെട്ട ഒരാളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അതേ എന്ത് മാജിക്കായിരിക്കും ഈ കറണ്ടില്ലാതെ കേരളം പോകണം എന്നുള്ളത് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാവുക എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുള്ളൂ, ഒറ്റ ദിവസം കറണ്ട് ഉണ്ടാവരുത്, കറണ്ട് ഇല്ലാതിരിക്കാൻ പാടില്ല, കട്ടുണ്ടാകരുത് എന്നുള്ളത്. ഒറ്റ ദിവസം പോലും കേരളത്തിൽ കട്ടുണ്ടായാൽ നിൻ്റെ പണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ ഒറ്റ ദിവസം പോലും കട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് നിലപാടുള്ള രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെയും ഗുണം എന്ന് പറയുന്നത്. കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ച പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. മനസ്സിലായി? 24-25 വർഷത്തിൽ കേരളത്തിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 22,000 കോടി രൂപയാണ്. KCB പഴയ പോലെ അല്ല കേട്ടോ, സർക്കാർ സ്ഥാപനം ആയിട്ടാണെങ്കിൽ കൂടെ ഒരു ലിമിറ്റഡ് കമ്പനിയാണ്. KCB ലിമിറ്റഡാണ്. 22,000 കോടി രൂപയാണ് ടേൺ ഓവർ. 630 കോടി രൂപയാണ് പ്രോഫിറ്റ്. KCBൻ്റെ പ്രോഫിറ്റ് 630 കോടി രൂപ. അപ്പം നേരത്തെ മാധു പറഞ്ഞതുപോലെ കേരളത്തിൽ വില കുറഞ്ഞ് വൈദ്യുതി കിട്ടുന്ന കാലങ്ങളുണ്ടല്ലോ, മഴക്കാലങ്ങൾ, മറ്റുള്ള സംസ്ഥാനങ്ങൾ വില കുറഞ്ഞ വൈദ്യുതി കിട്ടുന്ന സമയത്ത് നമുക്ക് വൈദ്യുതി വില കുറച്ച് തരുന്നുണ്ടോ? കേരളത്തിൽ ആർക്കെങ്കിലും വൈദ്യുതി വില കുറച്ച് തരുമോ? വില കുറഞ്ഞ് വൈദ്യുതി കിട്ടുന്ന സമയങ്ങളിൽ ബാക്കി എല്ലാ സംവിധാനങ്ങളും വില കുറഞ്ഞ സമയത്ത്, ഇപ്പോൾ 1 കിലോ ഉള്ളി വാങ്ങണമെങ്കിൽ വില കുറഞ്ഞ സമയത്ത് വില കുറഞ്ഞ വിലയ്ക്ക് കിട്ടൂലേ? അരി നമുക്ക് വില കുറഞ്ഞ സമയത്ത്, നമുക്ക് നിത്യോപയോഗ സാധനങ്ങളെല്ലാം വില കുറഞ്ഞ സമയത്ത് വില കുറച്ച് കിട്ടുമല്ലോ. കേരളത്തിൽ വൈദ്യുതി മാത്രം വില കുറഞ്ഞ സമയത്ത് വില കുറച്ച് കിട്ടില്ല. അതെന്താ കാരണം? അതിന് കാരണം വില കൂടിയ സമയങ്ങളിൽ ഇതേ സെയിം വിലയ്ക്ക് തരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ കേരളത്തിൽ വില കൂടിയ സമയങ്ങളിൽ കേരളത്തിൽ വൈദ്യുതി വില കൂടിയ വിലയ്ക്ക് വാങ്ങി തരേണ്ട ഉത്തരവാദിത്വം KCBക്കാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കേരളത്തിൽ വില കുറഞ്ഞ സമയങ്ങളിൽ നമുക്ക് വില കുറച്ച് വൈദ്യുതി തരണം എന്നിട്ട് പറയാം, ഈ വിലയ്ക്ക് നിങ്ങൾക്ക് വൈദ്യുതി തരാൻ പാടും എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് 2 രൂപയ്ക്കും 1 രൂപയ്ക്കും 50 പൈസയ്ക്കും വൈദ്യുതി കൊടുക്കാം, 1 പൈസയ്ക്ക് വൈദ്യുതി കൊടുക്കാൻ പറ്റുന്ന സമയങ്ങളുണ്ടാവും, മാസങ്ങളുണ്ടാവാം. ആ സമയത്ത് കേരളത്തിലെ വ്യവസായ സംവിധാനങ്ങളെ അതുപോലത്തെ ഉയർത്താം. വലിയ രീതിയിൽ ഇലക്ട്രിസിറ്റി ആവശ്യം വരുന്ന വ്യവസായ സ്ഥാപനങ്ങളെ വില കുറഞ്ഞ് കറണ്ട് കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കേരളത്തെ മാറ്റാൻ പറ്റില്ലേ? KCB എന്താ ചെയ്യുന്നോണ്ടിരിക്കുന്നത്? ഒരേ താരിഫാണ്, അല്ലേ? ഒരേ താരിഫാണ്. ആ ഒരേ താരിഫ് ഇട്ടിട്ട് നമുക്ക് വൈദ്യുതി വിൽക്കുകയാണ്. അപ്പം ഏതെങ്കിലും സമയത്ത് നമുക്ക് വില കുറച്ച് തരുന്നുണ്ടോ? അപ്പോൾ വില കൂടിയ സമയങ്ങളിൽ വൈദ്യുതി മേടിച്ചു തരേണ്ട ഉത്തരവാദിത്തം KCBക്ക് ഉണ്ട്. അതിനാണ് പറയുന്നത് ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് വേണം എന്ന് പറയുന്നത്. പൂക്കി ഗവൺമെൻറ് ഉണ്ടായാൽ പോരാ. ചിരി കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. കാലത്തിൽ വില കുറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങൾ വില കുറഞ്ഞ് വൈദ്യുതി തരാത്ത സമയത്ത് വില കൂടിയ സമയങ്ങളിൽ ഞങ്ങൾ പറയുന്ന വിലയ്ക്ക് തരണം, നിങ്ങൾ നിശ്ചയിച്ച വിലയ്ക്ക് തരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇരട്ടി വിലയ്ക്ക് വാങ്ങി തരണമെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ കേരളത്തിൽ അരമണിക്കൂർ പവർ കട്ട് ഉണ്ടാകുകയോ അല്ലെങ്കിൽ 1 മണിക്കൂർ പവർ കട്ട് ഉണ്ടാകുകയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഞങ്ങൾ ഇരട്ട വിലയ്ക്ക് മേടിച്ച് തരണോ ചോദിച്ചാൽ ഇരട്ടി വില മേടിച്ച് തരണം. കേരളത്തിൻ്റെ ഏകദേശം ഭൂപ്രകൃതിൻ്റെ ഇരട്ടി വലിപ്പമുണ്ടല്ലോ തമിഴ്നാടിന്, ഇല്ലേ? തമിഴ്നാട്ടിലെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മുഴുവൻ ഫ്രീ ആണ് വൈദ്യുതി അവിടെ ഫ്രീ. കർണാടകയിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് വൈദ്യുതി കൊടുക്കുന്നുണ്ട്, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്ത് നിലപാടാണ് ഈ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കുന്നത്? എന്തെങ്കിലും നിലപാട് എടുത്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ഞങ്ങൾ 60 ദിവസമായിട്ടില്ല വന്നിട്ടുള്ളത്. 60 ദിവസമായില്ല, ഒരു ദിവസമായാലും ഇന്നത്തെ വൈദ്യുതി ഇന്നത്തെ പൈസ കൊടുത്ത് മേടിക്കണം, വേണ്ടേ? ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. 4830 മെഗാവാട്ട് വൈദ്യുതി കേരളത്തിൽ ആവശ്യമുള്ള സമയത്ത് ഏതെങ്കിലും സമയങ്ങളിൽ ഇങ്ങനൊരു കട്ടുണ്ടായിട്ടുണ്ടോ? വേണ്ട. 5000 മെഗാവാട്ട് വൈദ്യുതി ആവശ്യം വന്ന സമയത്ത് കേരളത്തിൽ കട്ടുണ്ടായിട്ടുണ്ടോ?
5000 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടായ സമയത്ത് കട്ടിട്ടില്ല. 6030 വരെ കേരളത്തിൽ കട്ടുണ്ടായിട്ടില്ല. 6030 മേലെ വൈദ്യുതി ആവശ്യം വന്ന സമയത്താണ് പീക്ക് ലോഡ് മാനേജ്മെൻറ്റ് നടത്തുകയും കേരളത്തിൽ വൈദ്യുതി കട്ടുണ്ടാവുകയും ചെയ്തത് അല്ലേ? ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 4800 മെഗാവാട്ട് വൈദ്യുതി ആവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കട്ട് വരുന്നത്? അപ്പോൾ എന്താ കട്ട് വരുന്നത്? അവിടെ ഇരിക്കുന്നവർക്ക് കാര്യം അറിയത്തില്ല. അവിടെ പോയി ഇരിക്കുന്ന ആൾക്കാർക്ക് കാര്യം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അരുൺ സാർ നേരത്തെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ കേരളത്തിലെ മന്ത്രിയോട് വെറുതെ വിളിച്ച് ചോദിച്ചോളൂ, ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനത്തിൽ ഇപ്പോൾ വൈദ്യുതി ബാക്കിയിരിക്കുന്നുണ്ട്, ഇപ്പോൾ വൈദ്യുതി തരാൻ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അങ്ങനെ അറിയാമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെ അറിയാമെങ്കിൽ ഇത് പറയത്തില്ല. കാരണം 10 രൂപയ്ക്ക് 11 രൂപയ്ക്ക് നിങ്ങൾ ഗൂഗിൾ നോക്കി വൈദ്യുതി കിട്ടുമെന്ന്. 10 രൂപയ്ക്ക് 11 രൂപയ്ക്ക് കമ്പനികൾ വൈദ്യുതി കൊടുക്കുന്നുണ്ട്. ബഹുഭൂഷണ കുത്തക കമ്പനികൾ കൊടുക്കുന്നുണ്ട് വൈദ്യുതി. 3 കോടി രൂപയാണ് ഉണ്ടാക്കിയത്. അതാ പറയുന്നത്, 2 മാസം കൊണ്ട് വിറ്റിട്ട്. അതാ പറയുന്നത്. കാരണം കുത്തക കമ്പനികൾ വൈദ്യുതി കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്താ വിചാരിക്കുന്നത് ഇവിടെ ഇന്ത്യയിലെ കുത്തക കമ്പനികളൊന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്? കുത്തക കമ്പനികൾ വൈദ്യുതി ഉണ്ട്, സംസ്ഥാനങ്ങൾ വൈദ്യുതി കൊടുക്കുന്നുണ്ട്. എല്ലാം വൈദ്യുതി വാങ്ങി പൈസ കൊടുത്ത് മേടിക്കണം എന്നുള്ളത്. അതിന് മേടിക്കാനുള്ള സംവിധാനം KSBക്ക് ഉണ്ടാവണ്ടേ? അതിനൊരു സംവിധാനം കേരളത്തിൽ, അതിനൊരു നിലപാടെടുക്കണ്ടേ? കേരളത്തിലെ മന്ത്രി എന്താണ് KSBയോട് പറയേണ്ടത്? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് KSBയോട് പറയുന്നത് കേരളത്തിൽ കട്ടുണ്ടാകാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്തില്ലോ നമുക്കറിയണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വൈദ്യുതി ക്ഷാമം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയണം. ആ നിലപാടുണ്ടോ ഇല്ലയോ? അല്ലാതെ ഞങ്ങൾക്ക് അറിയില്ല അപ്പ എപ്പോൾ കറണ്ട് വരും, എപ്പോൾ പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല, ഈ പ്രതിസന്ധി എപ്പോൾ തീർക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിയും വന്നാൽ അവസ്ഥ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എവിടെ നിങ്ങൾ തിരുവനന്തപുരത്ത് ഈ പറയുന്നത് വലിയ കട്ടുണ്ടാവില്ല കേട്ടോ. മന്ത്രിമന്ദിരങ്ങളിലൊന്നും നിങ്ങൾ കട്ട് കാണാൻ വളരെ സാധ്യത കുറവായിരിക്കും. ഒന്ന് അന്വേഷിച്ചാൽ അറിയാം, വളരെ സാധ്യത കുറവായിരിക്കും. അവിടെയൊക്കെ കൃത്യമായി വൈദ്യുതി കറക്റ്റായിട്ട് നൽകുന്നുണ്ടാവും. അപ്പോൾ അതിനൊരു കാരണം പറയാൻ എന്താണ്? അവിടെ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കട്ടുണ്ടാകാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷേ എന്താണ്, പാവപ്പെട്ട വീട്ടുകാരെ നിങ്ങൾ ഈ പറയുമല്ലോ, ഇപ്പം ഇന്ന് ആ ഓക്സിജൻ കിട്ടാതെ അച്ഛൻ മരിച്ച അവരോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് അറിയാം? നിങ്ങൾ എന്തുകൊണ്ട് ഇൻവെർട്ടർ വാങ്ങി വെച്ചില്ല? ഇൻവെർട്ടർ വാങ്ങി വെക്കാൻ ഇവരാജ് പൈസ കൊടുത്തോ? പാവങ്ങളുടെ വീട്ടിൽ പൈസ ഇല്ലാന്നേ. അവർക്ക് എങ്ങനെയാണ് 15,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ഒരു മാസം ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ മരുന്നും ഒരു മരണക്കിടക്കയിൽ ഒരാൾ വീട്ടിൽ വന്ന് ഓക്സിജനിൽ കിടക്കുമ്പോൾ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അത് മനസ്സിലാക്കണ്ടേ? ഈ കൂരയിൽ കീഴിൽ താമസിക്കുന്നവർക്ക് അവരുടെ അവസ്ഥ മനസ്സിലാക്കണ്ടേ? അവർക്ക് നിങ്ങൾ ഇൻവെർട്ടർ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ജനറേറ്റർ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? KSB ചോദിക്കുകയാണ്. KSB ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിക്കുകയാണ്. ഞാനൊരു KSB ഉദ്യോഗസ്ഥനെ കുറ്റം പറഞ്ഞില്ല കേട്ടോ. അത് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും KSB ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണോ? പൈസ കൊടുക്കണമെന്ന് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് വൈദ്യുതി മേടിക്കാനുള്ള പൈസ കൊടുത്ത പ്രശ്നം അവസാനിക്കും. അത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? വേറെ കഥകളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചോളൂ. ഇപ്പം കേരളത്തിലെ പ്രതിസന്ധി എന്താ? കേരളത്തിൽ വൈദ്യുതി കൂടുതൽ ഇരട്ടി പണം കൊടുത്ത് വൈദ്യുതി വാങ്ങണം. ഇതാണ് കേരളത്തിലെ പ്രതിസന്ധി. കേരളത്തിൽ ഇരട്ടി പണം കൊടുത്ത് വൈദ്യുതി വാങ്ങിയിട്ടാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ പവർ കട്ട് ഇല്ലാതിരുന്നത്. അതാദ്യം മനസ്സിലാക്കുക. കേരളത്തിൽ പവർ കട്ട് ഇല്ലാതിരുന്നത് ഇരട്ടി പണം കൊടുത്ത് വൈദ്യുതി വാങ്ങിയ സമയങ്ങളിൽ തന്നെയാണ്. പിന്നെ ഇപ്പോൾ പറയുന്ന ഒരു കാരണം അറിയോ? ഏതോ ഞങ്ങൾക്ക് മഴക്കാലത്ത് തിരിച്ചു കൊടുക്കേണ്ട വൈദ്യുതി കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നുള്ളത്. അവരുമായിട്ട് സംസാരിക്കണം. ഞങ്ങളുടെ അടുത്ത് വൈദ്യുതി ഇല്ല, ഞങ്ങളുടെ വൈദ്യുതി തീർന്നിരിക്കുകയാണ്, ഞങ്ങളുടെ വൈദ്യുതി ഇല്ല. എന്താണ്? ഞങ്ങൾക്ക് മഴയില്ല. കാരണം മഴ ഉണ്ടാകുമ്പോഴല്ല വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് വൈദ്യുതി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാനുള്ള പണം തരാൻ സംവിധാനം ഉണ്ടോ ചോദിക്കണം. അല്ലാതെ ഞങ്ങൾ എഗ്രിമെന്റ് വെച്ച് വിചാരിച്ചിട്ട് മുഴുവൻ വൈദ്യുതി കൊടുക്കണോ കേരളത്തിൽ? അല്ല, അവരെ ഇവിടെ അങ്ങോട്ട് കൊടുക്കല്ലേ? നമ്മുടെ കയ്യിലുള്ള വൈദ്യുതി അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇവിടെ കട്ടി വാങ്ങി ഉപയോഗിച്ച വൈദ്യുതി. അതാണ് ഞാൻ പറയുന്നത് മാധു. ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ? അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ അവൈലബിൾ ആയ സ്ഥലത്ത് നിന്ന് മേടിച്ചോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന അറിയേണ്ട കാര്യമുണ്ടോ? സ്വിച്ചിട്ട കറണ്ട് വരുന്നുണ്ടോ പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. സ്വിച്ചിട്ട കറണ്ട് വരുന്നത് പറഞ്ഞാൽ മതി. MM മണി അതാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, ഞങ്ങൾക്ക് സ്വിച്ചിട്ട കറണ്ട് വരണം. മനസ്സിലായോ? അത് നിങ്ങൾ 1 കോടിക്ക് മേടിച്ചാലും വേണ്ടില്ല, 1 ലക്ഷത്തിന് മേടിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ 1 രൂപയ്ക്ക് മേടിച്ചാലും കൊണ്ട് 1 പൈസയ്ക്ക് മേടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ കേരളത്തിലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് ശീലമാണ് മലയാളീൻ്റെ. എന്ത്? ഞങ്ങൾ വൈദ്യുതിയിൽ തന്നെ ജീവിച്ച ആൾക്കാരാണ്, നമ്മൾ AC ഇട്ട് ജീവിച്ച ആൾക്കാരാണ്. ഇനി ഇവരുടെ ഒരു വലിയ രീതിയിലുള്ള സംവിധാനം കൊണ്ട് വരണമല്ലോ. നിങ്ങൾ AC ഓഫാക്ക്, നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ ഓഫാക്ക്, നിങ്ങൾ കഴിഞ്ഞ 10 വർഷം ACയും ഇൻഡക്ഷൻ കുക്കറും സംവിധാനമൊക്കെ ഇട്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇന്ന് ഒരു ഡയറി, ഒരു കുട്ടിയുടെ ഡയറി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു, കണ്ടോ? ഞാനത് വളരെ രസകരമായി എനിക്ക് തോന്നി. കാരണം എന്താണ്, ആ കുട്ടി എല്ലാ ദിവസവും ഡയറി എഴുതുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ഡയറി ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ TV കണ്ടു. ഉമ്മ എന്നോട് പഠിക്കാൻ പറഞ്ഞു. ഞാൻ പഠിച്ചു. ഇവിടെ ഇപ്പോൾ കറണ്ടില്ല, പവർ കട്ടാണ്. ഇന്നും കറണ്ട് പോയി.
ഞാൻ കറണ്ട് ഇല്ലാതെ ഇരുന്നാണ് ഈ ഡയറി എഴുതുന്നത് എന്ന് പറഞ്ഞ് 15/7/2026 ഡയറി എഴുതിയിരിക്കുന്നു. ഇതാണ് 16-ാം തീയതി അതിന് സൈഡിൽ ടീച്ചർ സൈൻ ചെയ്ത് ഒപ്പിട്ടിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും ടീച്ചറെ കൊണ്ട് ഡയറി കാണിച്ചു കൊടുക്കണം. മനസ്സിലായി? അപ്പോൾ കറക്റ്റായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു എന്താണ് കറക്റ്റ് എന്നുള്ളതിന് കറക്റ്റായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണെന്നറിയോ? പ്രതീക്ഷിച്ചത് നമ്മൾ ഒരു ജനറലായിട്ടൊരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ LDF സർക്കാർ കേരളത്തിലെ വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നോട്ട് പോയത് കൊണ്ടല്ല UDF സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. മലയാളി അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? ഇത് പോരാ, ഈ വികസനമൊപ്പം ഇത് പോരാ, ഇതിനേക്കാൾ കൂടുതൽ മലയാളി ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് വികസനത്തിൻ്റെ മൂർത്തിരൂപമാണോ എന്ന് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഓരോ സ്ഥലങ്ങളിൽ ജാഥ നടത്തി എല്ലാ പൗരപ്രമുഖരെയും എല്ലാ ബിസിനസ്സുകാരെയും എല്ലാ എൻ്റർപ്രണേഴ്സിനെയും വിളിച്ചു കൂട്ടി അവരിൽ നിന്ന് അഭിപ്രായം ഡയറിയിൽ നോട്ട് ചെയ്തെടുത്ത് ഇതെല്ലാം ഞാൻ എവിടെ കേരളത്തിൽ ഒരു മിനിറ്റ് കേരളത്തിൽ പറഞ്ഞു കൊണ്ടേ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിഷമമൊന്നും വേണ്ട മേഡം. കേരളത്തിൽ കറണ്ടില്ല, കേരളത്തിൽ കറണ്ടില്ല, അതാണ് പ്രശ്നം. കേരളത്തിൽ കറണ്ടില്ല. ഈ അടിസ്ഥാനമായി വേണ്ടത് കേരളത്തിൽ കറണ്ടാണെന്ന്. വികസനത്തിന് അടിസ്ഥാനപരമായി വേണ്ട കാര്യം കേരളം IT വളർത്താൻ വേണ്ടി പോവാണ്. കേരളത്തിൽ നമ്പർ 1 IT സംസ്ഥാനമാക്കാൻ പോവാണ്. വ്യാവസായിക സംസ്ഥാനം ആക്കാൻ പോവാണ്. കേരളത്തിൽ എന്താണ് കടൽത്തീരം മുഴുവൻ വ്യാവസായിക സംവിധാനമാക്കി മാറ്റാൻ പോവാണ്. അടിസ്ഥാനപരമായി വേണ്ട സാധനമാണ് കറണ്ട്. ഈ കറണ്ടില്ല സംസ്ഥാനത്തിലേക്ക് ഏത് വികസനം വരുമെന്നാണ് പറയുന്നത്? ഏത് വികസനം വരുമെന്നാണ് പറയുന്നത്? കേരളത്തിൽ വികസനം വന്നത് വളരെ കാലം തുടങ്ങി. കേരളത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു? കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധിയായിരുന്നു. ഒന്നായിരുന്നു പറഞ്ഞിട്ടാണ് കേരളത്തിൽ വികസനം വരുന്നത്. രണ്ടാമതായിരുന്നു തൊഴിലാളി സമരമുണ്ട് എന്ന് പറഞ്ഞ് 2 കാരണങ്ങൾ കൊണ്ടാണ് കേരളം വികസനം ഇല്ലാതെ മാറിയത്. ആ 2 കാര്യം ഇല്ലാതായി വികസനം കേരളത്തിൽ വന്നു തുടങ്ങിയതേ ഉള്ളൂ. ആ തുടങ്ങിയ സമയത്താണ് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ വൈദ്യുതി പ്രതിസന്ധി വന്നു. പിന്നെ ഏത് കമ്പനി അങ്ങോട്ട് വരേണ്ടത്? അത് മാത്രമല്ല, വൈദ്യുതി മന്ത്രിയുടെ ആ സ്റ്റേറ്റ്മെന്റ് വളരെ നിരുത്തരവാദപരമാണ്. കാര്യം അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇതെപ്പോൾ അവസാനിക്കുമെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ പറയുന്നത് സാറേ, ഞാൻ പറയുന്നത് ജൂലൈയിലായിരുന്നു. ഡിസംബർ വരെ പോകാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇപ്പം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസത്തെ ഇപ്പൊ തന്നെ ഫോർകാസ്റ്റ് ചെയ്തേക്കുള്ളൂ. 5 മാസത്തേക്ക് ഇവർക്കൊരു പ്ലാനും ഇല്ലാതാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഇതിനിടയിൽ ഉത്തര കേരളത്തിൽ പലയിടങ്ങളിലും ഈ പറയുന്ന പവർ സപ്ലൈ നിരന്തരമായി മണിക്കൂറുകളോളം പകലും രാത്രിയിൽ പകൽ പോകുന്നുണ്ട്, രാത്രിയിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന് 1.25 മണിക്കൂർ ഇന്നലെ രാത്രി. ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ 1.25 മണിക്കൂർ പ്രതിപക്ഷ നേതാവ് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് 2 രൂപയ്ക്ക് KSEB വൈദ്യുതി വാങ്ങുമ്പോഴും കേരളത്തിലെ ഉപഭോക്താവിന് കൊടുക്കുന്നത് 8 രൂപയും 9 രൂപയൊക്കെയാണ് യൂണിറ്റിന് വാങ്ങുന്നത്. അതെ. അപ്പോൾ മാധു പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? നിങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെല്ലബിളായ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. കേരളത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. ആ കമ്പനി നഷ്ടത്തിലോടുക. എങ്ങനെയാണ് നഷ്ടത്തിലോടുന്നത്? അത് ഇരട്ടി മേടിക്കുന്നത് 4 ഇരട്ടിയും 5 ഇരട്ടിയും കൂട്ടി വിൽക്കുകയാണ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നു, അത് 4 ഇരട്ടിക്കും 5 ഇരട്ടിക്കും കൂട്ടി വിലക്ക് വിൽക്കുന്നു. ആ കമ്പനി നഷ്ടത്തിലോടുകയാണ്. നഷ്ടത്തിലോടുന്നത് എങ്ങനെയാ? നഷ്ടത്തിലോടുന്നത് മുഴുവൻ 35,000 കോടിയാണ്. അതാ പറയുന്നത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കി നോക്കിയാൽ ഒരു ലിമിറ്റഡ് കമ്പനി പോലെ നടത്തുകയാണ് എന്നിട്ടാണ് പറയുന്നത്. അപ്പം ഒരു കാര്യം പറയാം. നിങ്ങൾ KSRTCയിൽ ഇപ്പോൾ നമ്മൾ സൗജന്യ യാത്ര കൊടുത്തു എന്ന് പറയാം. സൗജന്യ യാത്ര KSRTC കൊടുക്കുമ്പോൾ നഷ്ടമുണ്ടാകും. കാരണം കേരളത്തിലെ ജനങ്ങൾ സൗജന്യ യാത്രയല്ല കൊടുക്കുന്നത്. ഇത് കേരളത്തിലെ 22,000 കോടി രൂപയ്ക്ക് ടേൺ ഓവറാണ്. അപ്പോൾ അതിനേക്കാളും താഴെയായിരിക്കുമല്ലോ ഈ വൈദ്യുതി വാങ്ങുന്നുണ്ടാവുക, അല്ലേ? വൈദ്യുതി വാങ്ങുന്നത് ഒരു 15,000 കോടിക്കോ 16,000 കോടിക്കോ ഒക്കെ ആയിരിക്കും. ഈ 16,000 കോടി ടേൺ ഓവർ വാങ്ങിയിട്ട് കേരളത്തിലെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ആ കമ്പനി 35,000 കോടി കടം. ആ കമ്പനിക്ക് 35,000 ഒറ്റ വർഷത്തെയാ. ഇതുവരെയുള്ളതിൽ മൊത്തം 2.47 ലക്ഷം കോടി കടമുണ്ട്. കഴിഞ്ഞ വർഷം KSEB രേഖപ്പെടുത്തിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ മാത്രം 680 കോടി രൂപയാണ്. 680 കോടി രൂപ, 571 കോടി രൂപ. BSO അങ്ങനെ ഒരു ലാഭക്കണക്ക് പറഞ്ഞപ്പം തൊഴിലാളി സംഘടന എല്ലാം കൂടി തിരുത്തി ഓർക്കുന്നുണ്ടോ? പക്ഷേ ഇത് സമ്മതിച്ചില്ല. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുത്തു. അതാണ് 200 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെയുള്ള സംസ്ഥാനം ഇന്ത്യയിലുണ്ടെന്ന്. അവിടെ എത്ര വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് ഡൽഹിയിൽ? ഡൽഹിയിൽ എത്ര വൈദ്യുതി ഉത്പാദിപ്പിക്കും? പക്ഷേ വേറെ കാര്യമുണ്ട്. ഇത്രയും കൊടും ചൂടുള്ള ഡൽഹിയിൽ ഇപ്പോൾ പവർ കട്ടില്ല. 42 ഡിഗ്രി. അതെ, 40 ഹ്യൂമിഡിറ്റി ഏതാണ്ട് 60 ഡിഗ്രിയാണ്. നദികളില്ലാത്ത, അണക്കെട്ടുകളില്ലാത്ത, ഡാമിൽ വെള്ളത്തിനെ കുറിച്ച് ആശങ്കയില്ലാത്ത ദില്ലിയിൽ പവർ കട്ടില്ല. കമ്പനി പിരിച്ചുവിട്ട് സർക്കാരിന്റെ ഭാഗമാക്കിയ പകുതി പ്രശ്നം തീരും. കാരണം ഇത് ഭയങ്കര ലാഭത്തിൽ ഓടുകയാണ്. കാരണം ഒരാൾ ഡിസിഷൻ എടുത്ത മന്ത്രിക്ക് റോളൊന്നും ഇല്ലല്ലോ. ഡിസിഷൻ ആരെങ്കിലും എടുത്താൽ മതി. ഇന്ന് വൈദ്യുതി പ്രതിസന്ധിയെ കുറിച്ച് ആരാ വന്നു കഥ പറയുന്നത്? വൈദ്യുതി ചെയർമാൻ, കമ്പനിയുടെ ചെയർമാൻ വന്ന് പറയുകയാണ്. അത്ര കണക്കാക്കിയാൽ മതി. Meet the editors.